കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ചിമ്മി, ഭർത്താവേ, ആദ്യന്റെ രാവിലെ ഒന്ന് കാണാൻ തുടങ്ങിയത്. ഇതിപ്പോ എന്തോ പുതിയ പണി. ചിമ്മി, നീ ഇങ്ങോട്ട് വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വന്നു. എന്താ ടിവി, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? നീ എത്ര കൊല്ലമായിട്ട് ഇവിടെ എൻ്റെ കൂടെ താമസിക്കുന്നു? ഞാനോ? ഞാനൊരു 4 കൊല്ലമായിട്ട് നിന്റെ കൂടെ ഉണ്ടല്ലോ. അതിനിപ്പോ എന്താ? അതെ, 4 long years. അപ്പോൾ ഇവിടുത്തെ ശീലങ്ങൾ എന്തൊക്കെയാണെന്നോ നിനക്ക് നന്നായിട്ട് അറിയാലോ. അറിയാം. ഓക്കെ, അതൊന്നും. അടുത്തത്, നിനക്ക് പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ലെന്നും നിനക്കറിയാലോ. എനിക്ക് ജോലിയും കൂലിയില്ലെന്ന് മാത്രം നീ പറയരുതേവിനെ. നിനക്കറിയില്ല എൻ്റെ കഷ്ടപ്പാട്. കഷ്ടപ്പെട്ട് മാസങ്ങളോളം പുറകെ കിടന്ന് ഏതെങ്കിലും ഒരുത്തിയെ വളച്ചെടുക്കും. എന്നിട്ടോ എനിക്കതിൽ വരുന്ന നഷ്ടങ്ങൾ. നഷ്ടം നമ്പർ 1, ഒരു ചെരുപ്പ്, 2 കുപ്പി സ്പ്രേ, ഏതെങ്കിലും ബ്രാൻഡഡ് ഷർട്ടും പാൻസും വിത്ത് കൂളിംഗ് ഗ്ലാസ്. നിനക്കറിയില്ല ദേവിനെ എന്നെപ്പോലുള്ള പാവങ്ങളുടെ കഷ്ടപ്പാട്. അയ്യോടാ, ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ എന്തിനാ എൻ്റെ പൊന്നുമ്മ ഇത്രയും നഷ്ടങ്ങൾ സഹിച്ചതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? അങ്ങനെ പറയരുത്. ഇത്രയും കഷ്ടപ്പാടിനൊടുവിൽ നമുക്ക് കിട്ടുന്നൊരു മനസ്സുകൊണ്ടല്ലോ, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. ഇല്ല, എന്നേ ഇതൊക്കെ നിർത്തി ഞാൻ വല്ല പണിക്കും പോയേനെ. ഷേടാ, ഇതൊക്കെ ആരെങ്കിലും നിർബന്ധിച്ച് ജയിപ്പിക്കുന്നവരാണല്ലോ. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തിനാ ഇത്ര അലറിക്കുക എന്നെ വിളിച്ചു വരുത്തിയെന്ന് പറ. ആ, അത് പറഞ്ഞപ്പോഴാ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? ആ, ശീലങ്ങൾ. ഞാൻ രാവിലെ എന്നും ചായയല്ലേ കുടിക്കാറ്. അതും കോഫി എനിക്ക് ഇഷ്ടമല്ല എന്നും അത് കാണുന്നത് തന്നെ അറപ്പാണെന്നും നിനക്കറിയാം. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ വീട്ടിൽ കോഫി ഉണ്ടാക്കിയത്? കോഫിയോ? രവി, ആരോ വന്നു തോന്നും. ഞാനിപ്പോ വരാവേ. ഹാവൂ, രക്ഷപ്പെട്ടു. ഇല്ലേ എന്നെ പിടിച്ച് ചായ അടിച്ചെന്ന്. വെരി ഗുഡ് മോർണിംഗ്. അല്ല, ആരാ? മനസ്സിലായില്ല. കുക്കി ഇവിടെയല്ലേ ഇപ്പൊ താമസിക്കുന്നേ? അതെ, ഇവിടെയാണ്. ആരാ? മനസ്സിലായില്ല. ഞാൻ കുക്കിയുടെ ഫ്രണ്ടാ. കോളേജിൽ ഒരുമിച്ച് പോകാന്നാണ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവളെയും കൂട്ടി പോകാൻ വന്നെയാ. അയ്യോ, കുട്ടി അവിടെ തന്നെ നിൽക്കുവാണോ? അത് കിട്ടിക്കില്ല. അവളെ ഞാൻ ഇപ്പൊ വിളിക്കാവേ. ശരി ചേട്ടാ. അല്ല, കുട്ടിയുടെ പേരെന്താ? അയ്യോ ചേട്ടാ, എനിക്ക് കുട്ടികളായില്ല. ഞാൻ മാരീഡ് അല്ല. ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഓടുന്നു. അല്ല ചേട്ടാ, ഞാൻ സീരിയസാ. ഓ, ഓക്കെ ഓക്കെ. അല്ല, പേര് പറഞ്ഞില്ല. എൻ്റെ പേര് സാറ. മിന്നുന്ന് വിളിക്കും. സാറ, സ്വീറ്റ് നെയിം. ബട്ട് ഞാൻ മിന്നുന്നേ വിളിക്കും. അത്രയ്ക്ക് നീട്ട് വേണ്ട, വേറും മിന്നു, അത് മതി. കളിയാക്കിയതാണോ? ഏയ് അല്ല ചേട്ടാ, ശരിക്കും ആക്കിയതാ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂങ്കുളിരായി പൂമഴയായി നിന്നോമൽ ചിങ്കാരം. കണ്ടു കണ്ടു കണ്ടില്ല കണ്ടില്ല, ഇവിടെ ഒന്നും കണ്ടില്ല. ഇവിടെ നിന്ന് എൻ്റെ കോഫി എവിടെ? ആരോട് ചോദിച്ചിട്ടാ മാങ്ങാട്ടി മോറ നീ എന്റെ കോഫി എടുത്തത്? ജീവിയുടെ മര്യാദക്ക് സൂക്ഷിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചാൽ കേട്ടല്ലോ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിന്നെ ഞാൻ നീ പോടാ മരപ്പട്ടിക്ക് പരിണാമം സംഭവിച്ചോനെ.
വിടടാ നാറി എന്നെ. ഇല്ല, വിടത്തില്ല. വിടമാട്ടേൻ. നീ എന്നെ എങ്കിലും പോക വിടമാട്ടേൻ. ഗംഗേ, എന്താടാ വേണ്ടി? നകുലേട്ടാ, എന്തോ എന്നെ വിളിച്ചോ? ഇനി പോരെ, ഏറ്റില്ല. അല്ലേലും വന്ന് വന്ന് ആർക്കും എന്നെ ഒരു ബഹുമാനം ഇല്ലാണ്ടായി. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അയ്യേ, ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ ബഹുമാനിക്കുന്നുണ്ടല്ലോ, അതുപോലെ. ശരിക്കും സത്യം മിന്നൂട്ടി? സത്യം. എങ്കിൽ മിന്നൂട്ടി ഈ ചിമ്മിച്ചേട്ടന് ഒരു ജീവിതം തരുമോ? എന്ത്? ചിമ്മി? അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി. നാടകത്തിന്റെ പേര് കാട്ടിലകപ്പെട്ട കുഞ്ഞാട്. കർത്താവേ, നിന്റെ കുഞ്ഞാടിതാ യാത്രയാവുകയായി. ഹല്ലേലൂയ, സ്തോത്രം. ചിമ്മി, എന്താ നിന്റെ തീരുമാനം? ഈ സാധനത്തിലൂടെ നിർത്താനാണോ? സാധനമോ? എനിക്കൊരു പേരുണ്ട്, കുക്കി. അത് വിളിക്കാമെങ്കിൽ വിളിച്ചാ മതി. അയ്യേ, കുക്കി. മനുഷ്യപ്പിള്ളേർക്കാകെ ഇങ്ങനെയൊക്കെ പേരിടൂ. ഓ സോറി, പറഞ്ഞത് നീ മനുഷ്യക്കൊല്ലല്ലോ, ചീവലിയുടെ കയ്യും കാലും മുളച്ച സാധനമില്ലേ. അയ്യോ, ദാരിദ്ര്യം. അതെ, താൻ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. കാണുന്ന FF-ലെല്ലാം തന്റെ പേര് ടേവിലെന്ന് തന്നെ ഇടൂ. വല്ല ചേഞ്ചും ഉണ്ടോ? നിന്റെ പേര് എല്ലാത്തിലും കുക്കി തന്നെയല്ലേ? വല്ല ചേഞ്ച് കൊണ്ടുകൂടി. അത് പിന്നെ ഈ FF ഉണ്ടാക്കുന്ന പിള്ളേർക്കെല്ലാം ആവർത്തന വിരസതോമനിയ. അതെ, കഴിഞ്ഞു. ഞാനെന്നൊരാത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു. അതാരെയും കണ്ടായിരുന്നോ? അയ്യോ, ചേട്ടനപ്പോ പ്രേതമാണോ? ഏയ് അല്ല, ഇടയ്ക്ക് ബോറടിക്കും. അപ്പോൾ എൻ്റെ ആത്മാവ് ഇങ്ങനെ നടന്നിരിക്കാൻ പോകും. അതാ. ബോറടിക്കുമ്പോ തിരിച്ചടിക്കണം. അല്ലാതെ എന്തിനാ വെറുതെ അടങ്ങിയിരുന്ന സമയം കളയുന്നേ? കുട്ടി ജന്മനാ ഇങ്ങനെയാണോ അതോ ഈ അടുത്ത് പറ്റും? എന്തേട്ടാ, എന്നെ കണ്ടിട്ട് വല്ല കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നു? ഏയ് കണ്ടാ പറയില്ല കേട്ടോ, പാവം കുട്ടി. ഡാ ചിമ്മി, നീ അവിടെ നിന്ന് വാചകം അടിക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കേ. ഡാ സോൾമേറ്റെ, നിനക്കറിയാലോ ഇവിടെ മമ്മിയാ ഇങ്ങോട്ട് വിട്ടത്. അതിന് ഇന്നോ എനിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലടാ. വായിനോട്ടമാണ് പണി. അതാണെങ്കിൽ ரொம்ப എക്സ്പെൻസീവ്. മമ്മി അയച്ചിരുന്ന പോക്കറ്റ് മണിയാണ് ഏക ആശ്രയം. ഇപ്പം ഇവിടുന്ന് പറഞ്ഞു കേട്ടാ മമ്മിൻ്റെ ക്യാഷ് തരില്ല. സോ പ്ലീസ് ഡാ ടെവി, ഈ തവണത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ പ്ലീസ് ഡാ. ശരി, ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഉള്ള ചിലവ് പോരാഞ്ഞിട്ട് ഈ വായുനോട്ടത്തിനുള്ള എക്സ്പെൻസ് കൂടി ഞാൻ നോക്കേണ്ടി വരും. താങ്ക്സ് ഡാളിയ, നീയാണ് എൻ്റെ യഥാർത്ഥ സോൾമേറ്റ്. ആ മതി സോപ്പടിയിൽ. പിന്നെ ഒരു കാര്യം, ഇവിടെ നിന്ന് നിൽക്കുന്നതൊക്കെ കൊള്ളാം. എന്തെങ്കിലും എൻ്റെ അടുത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അപ്പം കാണാൻ കിട്ടിയവൻ ആരാണെന്ന്. എനിക്ക് തൻ്റെ ഒന്നും കാണുമൊന്നും വേണ്ട. തന്നോടൊക്കെ മിണ്ടിയാലേ അന്നത്തെ ദിവസം പോക്കാം. വാങ്ങാണ്ടി പോണേ. ഡി ചീവിയുടെ മര്യാദയ്ക്ക് നിർത്തിക്കുന്നു. വെറുതെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. നീ പോടാ മരപ്പെട്ടി. മതി നിർത്തിക്കേ. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഇനി നാളെ. ഇനിയും എന്തൊക്കെ ഞാൻ സഹിക്കണം? കർത്താവേ, നീ പാവം കുഞ്ഞാടിനെ പരീക്ഷിക്കുകയാണോ?